ലാത്തി വീശേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന്, ആൾക്കൂട്ടത്തെ അവിടെ നിന്ന് നീക്കുന്നതിന് പോലീസിന് ലാത്തി വീശേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അക്രമാസക്തരായ ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പോലീസ് ബലം പ്രയോഗിച്ച് തന്നെയാണ് പ്രദേശത്ത് നിന്ന് ആളുകളെ നീക്കിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിയെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറക്കാൻ സാധിക്കില്ല. കാരണം ഈ നെന്മാറ പോലീസ് സ്റ്റേഷന് സമീപത്തെല്ലാം വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുള്ള സാഹചര്യം ആണ് ഉള്ളത്. എവിടെ നിന്നൊക്കെയാണ് ഇവർ എത്തിയിട്ടുള്ളത് എന്നതിലൊന്നും വ്യക്തതയില്ല. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉണ്ട്. മാത്രവുമല്ല ഇവർ എല്ലാം തന്നെ വികാരഭരിതരായിട്ടാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം 2 പേർ, ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഈ പ്രതി അരുങ്കൊല നടത്തിയിട്ടുള്ളത്. 2 കുട്ടികൾ, അതും പെൺകുട്ടികൾ അനാഥരാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. പ്രദേശവാസികളായ പലരും ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ഈ പ്രതി തന്നെ പലരോടും, അതായത് താൻ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തുമെന്ന തരത്തിൽ പ്രതികരിച്ചിരുന്നതായും നാട്ടുകാരെ വെല്ലുവിളിച്ചിരുന്നതുമൊക്കെയായി വിവരങ്ങൾ ഉണ്ട്. നാട്ടുകാർ പലപ്പോഴായി പരാതി പറഞ്ഞതിനെ പോലീസ് ഗൗരവത്തോടെ സമീപിച്ചില്ല എന്നുള്ള പരാതിയുണ്ട്. അങ്ങനെ ഒരു പരാതിക്കിടയിലാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. പ്രതി ഇപ്പോൾ നെന്മാറ സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട്. നിമിഷങ്ങൾ കടക്കുന്തോറും ജനങ്ങൾ അക്രമാസക്തരായിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഷൻ ഗേറ്റിന് പുറത്ത്. കാരണം അത്രമേൽ അവർ പ്രകോപനത്തിലാണ്, അവർ അത്രമേൽ ദേശത്തിലാണ്. അവരുടെ ആത്മരോഷം മുഴുവൻ കാണാൻ കഴിയുന്നതുമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുക്കുകയാണെങ്കിൽ നിലവിൽ അത്രമേൽ അവർ അവരുടെ മുഴുവൻ ആത്മരോഷവും അവർ തീർക്കുകയാണ് സ്റ്റേഷന് പുറത്ത്. കാരണം ഈ ചെന്താമരയെ കൈ കിട്ടിയേ മതിയാകൂ എന്നൊക്കെയാണ് സ്റ്റേഷന് പുറത്ത് നിന്നുകൊണ്ട് അവർ പറയുന്നത്. എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും മനസ്സിലാക്കുന്നത്, ഈ ഒരു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരെ തണുപ്പിക്കുക ഇതൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി തന്നെ മാറിയില്ലേ. കാരണം നാട്ടുകാർ വാഹനങ്ങൾ തടയുകയാണ്. ആ സ്റ്റേഷൻ വളപ്പിൽ പ്രത്യേകിച്ച് അത്രമേൽ പോലീസ് സ്റ്റേഷന് പോലീസുകാരോടും അവർ ആത്മരോഷം തീർക്കുകയാണ്. പ്രതിയോടുള്ള ആത്മരോഷം മുഴുവൻ പോലീസുകാരോടും തീർക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം അത്രമേൽ നല്ലതല്ല. കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം, അവരുടെ ഭയം നിറഞ്ഞ നിമിഷങ്ങൾ എല്ലാം കൂടി കടന്നുപോയതെല്ലാം ചെന്താമരയെ പിടികൂടുന്നതോടുകൂടി തന്നെ അത് ആത്മരോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ് നിലവിൽ. അപ്പോൾ ഈ ഒരു സാധ്യത എങ്ങനെയായിരിക്കാം പോലീസ് നാട്ടുകാരെ ആ ഒരു ആംഗിളും കൂടി നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. ഈ ഒരു സംഘർഷ സാധ്യത ഇത് എങ്ങനെയായിരിക്കാം പോലീസിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത്? ഹരി, പോലീസ് ആവശ്യമെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സേനയെ അടക്കം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇപ്പോൾ കഴിയുന്നത്ര പോലീസ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്താമര പിടിയിലായി എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം വീണ്ടും ആളുകൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് തടിച്ചുകൂടുന്ന സാഹചര്യം ആണ് ഉള്ളത്. സൂചിപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ നെന്മാറ അല്ലെങ്കിൽ പാലക്കാട് ജില്ല മാത്രമല്ല, അങ്ങനെ കേരളം ഒന്നടങ്കം ഈ പ്രതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെന്മാറയിൽ നിന്നുള്ള വലിയൊരു ആൾക്കൂട്ടം, നെന്മാറയിലെ പ്രദേശത്ത് നിന്നുള്ള വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. നേരത്തെ ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി തന്നെ 100 ആയിരക്കണക്കിന് ആളുകൾ തെരച്ചിൽ നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചിരുന്നു. അവർ പിന്നീട് പിരിഞ്ഞു പോയൊരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 10 മണിയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. അതൊരു പക്ഷേ ജനങ്ങളെ അവരുടെ ശ്രദ്ധ മാറ്റിച്ചതാകാം, നമുക്ക് തള്ളിക്കളയാനാവില്ല അങ്ങനെയാണോ എന്നുള്ളത്. തെരച്ചിൽ എന്തായാലും അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വലിയൊരു ശതമാനം ആൾക്കൂട്ടവും തിരികെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. അവരിൽ പലരും ഇപ്പോഴും തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതിയെ പിടികൂടി എന്ന് പറയുമ്പോൾ അവർ കാത്തിരുന്നതാണ്. അവർ ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി കാത്തിരുന്നവർ ആണ്. അവർ വലിയ ആത്മരോഷത്തിൽ ആണ്. പലരും ഇപ്പോൾ ആളുകളെ തന്നെ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയൊക്കെ ഈ ആൾക്കൂട്ടത്തിലുണ്ട്. അവരിൽ പലരും ജനങ്ങളെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിനോട് കയർക്കുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വലിയ തോതിലുള്ള ആത്മരോഷം ആണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് കഴിയുന്നത്ര സംയമനം പാലിക്കുക എന്നത് തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നടപടി. കാരണം ജനങ്ങൾ വലിയ രോഷാകുലരായ ഒരു ജനതയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുഹൃത്ത് അല്ലെങ്കിൽ അവരുടെ നാട്ടുകാർ ആയിട്ടുള്ള 2 പേർ ആണ് മരണപ്പെട്ടത്. അതും നേരത്തെ തന്നെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ജനങ്ങൾ ഉൾപ്പെടെ ആശങ്കപ്പെട്ടിരുന്നത് പോലെ ഉള്ള ഒരു സംഭവം. നേരത്തെ ജനങ്ങൾ നൽകിയ പരാതിയടക്കം
ഗൗരവത്തോടെ സമീപിച്ചില്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ട് തന്നെ പുറത്തു വരികയും SHOയെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ നിന്ന് പോലീസിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായ വീഴ്ച വളരെ വ്യക്തമാണ്. ഇനി അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടാകും. സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യതയുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പ്രാദേശിക പോലീസ് സംവിധാനത്തിന് എത്രത്തോളം ഇത് നിയന്ത്രിക്കാൻ പറ്റും എന്നറിയില്ല. അവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ വൈകിയ സമയമാണ്. ഏതാണ്ട് 11:30 പശ്ചാത്തലമുണ്ട്. രാത്രി 12 മണിയോടെയോ അല്ലെങ്കിൽ 1 മണിയോടോ കൂടിയോ ഒക്കെ ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നതാണ്. സ്റ്റേഷൻ പരിസരത്ത് കൂടുതൽ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ജനരോഷം അണപൊട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല 2019 ചെന്താമരയുടെ കൊലപാതകത്തിൽ പ്രധാനമായും പിടികൂടിപ്പെട്ടത്, പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ പോലീസ് അറിയിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വീട് ലക്ഷ്യമാക്കി വരും വഴിയാണ് ചെന്താമരയെ പിടികൂടുന്നത് എന്നാണ്. മാത്രമല്ല വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ് ചെന്താമര പോത്തുണ്ടി മലയിറങ്ങിയതെന്നാണ് നെന്മാറ ഡിവൈഎസ്പിയുടെ വാക്കുകൾ. 2019 ഇതേ സാഹചര്യം തന്നെയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിശന്ന് മലയിറങ്ങുന്ന ഒരു ഘട്ടത്തിലേക്കാണ് അന്നും ചെന്താമരയെ പിടികൂടിയതെന്നുള്ളതാണ് വരുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തവണയും പോലീസ് പിടികൂടുന്നത്. എന്തായാലും കൃത്യമായി വല വിരിച്ച് സൈക്കോ ക്രിമിനലിനെ നെന്മാറ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. നെന്മാറ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ജനരോഷമാണ് പൊട്ടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുമുണ്ട്. സ്റ്റേഷൻ പരിധിയിൽ ഗേറ്റ് അടച്ച് നാട്ടുകാരെ പുറത്താക്കിയിരിക്കുകയാണ് പോലീസ്. അത്രമേൽ സംഘർഷ സാധ്യത നിലവിൽ അവിടെ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ചെന്താമരയെ ഇപ്പോൾ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. പുറത്ത് ജനരോഷമാണ് പൊട്ടുമ്പോൾ അകത്ത് യാതൊരുവിധ കൂസലുമില്ലാതെ ചെയ്ത കൊലകൾ ഒന്നിൽ പോലും പശ്ചാത്താപമില്ലാതെ ചെന്താമര ലോക്കപ്പിനുള്ളിൽ കഴിയുകയുമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് വരേണ്ടത്. കാരണം 10 മണിയോടുകൂടി തന്നെ എല്ലാ രീതിയിലും അന്വേഷണം തന്നെ അവസാനിപ്പിച്ചു എന്നൊരു ഘട്ടത്തിലേക്ക്, തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന ഘട്ടത്തിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിലാണ് ചെന്താമരയെ പോലീസ് പിടികൂടുന്നത്. അതും കീഴടങ്ങിയതല്ല, പിടികൂടിയതാണെന്നും പോലീസ് അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ യാതൊരുവിധ കൂസലുമില്ലാതെ സൈക്കോപാത്തായ ചെന്താമരയെ പോലീസ് പിടികൂടുമ്പോൾ അഭിനന്ദനങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പോലും അറിയിക്കേണ്ടത്. 36 മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചെന്താമരയെ പിടികൂടുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരുടെ ജനരോഷം അണപൊട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വശത്ത് നിൽക്കുകയാണ്. കൂടുതൽ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. നാട്ടുകാർ വാഹനങ്ങൾ തടയുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെ പ്രത്യേകിച്ച് അവരുടെ ജനരോഷം അണപൊട്ടുകയാണ്. ചെന്താമരയെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നൊരു വിഭാഗം ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സൈക്കോപാത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കണമെന്ന് നാട്ടുകാരും ഒരു വശത്ത് നിന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നെന്മാറ പോലീസ് കൂടുതൽ പോലീസ് സംഘത്തെ വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അഭിലാഷ്, ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സംഘർഷ അവസ്ഥ ഒരു ഭാഗത്ത് നിൽക്കുകയും കൂടിയാണ്. പക്ഷേ ചെന്താമരയെ പോലൊരു സൈക്കോപാത്ത് കില്ലർ, ഇപ്പോൾ 2019 നടത്തിയ കൊലപാതകം, അതിനുശേഷം അദ്ദേഹം പക, ആ ഒരു പ്രതികാരം, അതെല്ലാം ഉൾക്കൊണ്ട് ആ പകയും കൂടി വെച്ചുകൊണ്ട് നടത്തിയ മറ്റു 2 കൊലകൾ ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ഈ കൊലപാതകം നടത്തുന്നു. അതിനുശേഷം കേരളം ഒന്നടങ്കം ഞെട്ടുന്നൊരു സാഹചര്യത്തിലേക്ക് മാറുന്നു. ഒരു ദിവസം പിന്നിട്ടിട്ട് ഏകദേശം 36 മണിക്കൂറിലേക്ക് നീങ്ങിയപ്പോഴാണ് ചെന്താമരയെ പിടികൂടിയത്. പക്ഷേ ഈ ഒരു കൊടും കുറ്റവാളിയെ എന്തുകൊണ്ട് പിടികൂടാൻ സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുനയിൽ പോലീസ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിന്ന് നാട്ടുകാരും പോലീസും സംയുക്തമായി ഇടപെടുകയും ചെയ്തിരുന്നു. പ്രധാനമായും പോലീസ് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ചെന്താമരയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, ഈ മണിക്കൂറുകളിൽ എത്തുന്നത് വരെ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എത്രമാത്രമായിരുന്നു? ഹരി, ഈ ഇരട്ടക്കൊല നടന്നത് മുതൽ യഥാർത്ഥത്തിൽ പോലീസ് വെല്ലുവിളി നേരിടുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. കാരണം നമ്മൾ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ 2019 അരുങ്കൊല നടത്തിയ ഒരു പ്രതിയാണ്. ആ പ്രതി പുറത്തിറങ്ങിയതിനു ശേഷം ആ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പരാതിയടക്കം ജനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പരാതി ഉന്നയിക്കപ്പെട്ടപ്പോൾ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് 2 പേരുടെ ജീവൻ കൂടി നഷ്ടമായത്.
അത് ആ കൊലപാതകം നടന്ന ഘട്ടത്തിൽ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പ് വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടാക്കി. പോലീസിനെതിരെ വലിയ പ്രതിഷേധം അടക്കം അരങ്ങേറിയ പശ്ചാത്തലമുണ്ട്. മാത്രമല്ല നമുക്കറിയാം രാഷ്ട്രീയ നേതൃത്വങ്ങൾ അടക്കം കേരള പോലീസിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ 2 പേർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദികൾ കേരള പോലീസ് ആണ് എന്ന് വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടം മുതൽ പോലീസ് നേരിടുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. കൊലക്കുറ്റം നടത്തിയതിനു ശേഷം പ്രതി അവിടെ നിന്ന് മുങ്ങിയ സാഹചര്യം ആണ് ഉണ്ടായത്. 35 മണിക്കൂറുകൾക്ക് ശേഷം ആണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്തു തന്നെയാണ് എങ്കിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിയെ പിടികൂടുന്നതിന് അവരുടേതായ ചില ട്രാക്കുകൾ ഉണ്ട്. അതിലൂടെ തന്നെയായിരിക്കും പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് 2019 ഇതേ പ്രതി തന്നെ, അതായത് ചെന്താമര കൊല നടത്തിയതിനു ശേഷം പോത്തുണ്ടി മലയിൽ ആണ് ഒളിച്ചിരുന്നത്. അവിടെ മണിക്കൂറുകളോളം ഒളിച്ചിരുന്ന ശേഷം പിന്നീട് വിശന്ന സമയത്ത് പുറത്തിറങ്ങുകയും അങ്ങനെ ഒരു സമയത്ത് ഈ പ്രതിയെ പിടികൂടുകയുമാണ് ചെയ്തത്. അതിൻ്റെ ആവർത്തനം തന്നെയാണ് ഇന്നും നടന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് കൊല നിർവഹിച്ച ശേഷം അല്ലെങ്കിൽ കൊലപാതകം നടത്തിയ ശേഷം പ്രതി വീണ്ടും പോത്തുണ്ടി മലയിൽ തന്നെയാണ് അഭയം പ്രാപിച്ചത്. അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ നിന്ന് മണിക്കൂറുകൾ പിന്നിട്ട ശേഷം വിശക്കുന്ന സമയത്ത് പുറത്തേക്കിറങ്ങും എന്ന പോലീസിനും ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ജനങ്ങൾ തന്നെ വ്യക്തമാക്കിയത് ഇദ്ദേഹം ഈ പോത്തുണ്ടി മലയിൽ ഉണ്ട്, അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടു എന്ന്. ഒരു പക്ഷേ ഇത് അനുമാനം മാത്രമാണ്. നേരത്തെ ജനങ്ങൾ കണ്ടത് ഇത്തരത്തിൽ പ്രതി പുറത്തിറങ്ങിയ സമയത്തായിരുന്നിരിക്കാം. അവിടെ ജനക്കൂട്ടം ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം പ്രതി വീണ്ടും ഈ പോത്തുണ്ടി മലയിലേക്ക് പോയതാകാം. അതുകൊണ്ട്